ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷു ദിനത്തെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം രാവിലെ കണിയിൽ നിന്ന് തന്നെ തുടങ്ങി കേട്ടോ. അപ്പം രാവിലെ തന്നെ കണിയൊക്കെ ഒരുക്കി കണിയൊക്കെ കണ്ട് കണി ഇന്നലെ വൈകിട്ട് ഒരുക്കി വെച്ചാണ്. രാവിലെ എണീറ്റ് വിളക്കൊക്കെ വെച്ച് പിള്ളേരെയൊക്കെ വിളിച്ച് എണീപ്പിച്ച് കണിയൊക്കെ കാണിച്ച് പിന്നെ കൈനീട്ടവും വാങ്ങിച്ചു കേട്ടോ. എനിക്കും പിള്ളേർക്ക് 100 രൂപ വീതം വെച്ച് കിട്ടി. അങ്ങനെ കൈനീട്ടമൊക്കെ വാങ്ങിച്ച് സന്തോഷത്തിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇനി എല്ലാവർക്കും വിശ്വാസംസകളൊന്നും പറയുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ വരുമ്പോഴത്തേക്കിനും വിഷയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ കണിയൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചു. പിന്നെ വലിയ ആർഭാടകരമായ വലിയ കണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഊട്ടുരുളിയിൽ നമ്മുടെ പച്ചക്കറിയും പഴങ്ങളും ഒക്കെ വെക്കൂല, അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുഞ്ഞി കണിയായിരുന്നു കേട്ടോ. കൊന്നപ്പോൾ ഇഷ്ടം പോലെ കിട്ടിയായിരുന്നു. ഇന്നലെ ഞങ്ങൾ മാച്ചുവെന്നെ പോയി പറിച്ചായിരുന്നു. അതിൽ കുറേ എടുത്ത് പിള്ളേർ കളിച്ച് കളഞ്ഞു എന്ന് വേണേൽ പറയാം. ഒരു ചുമട്ട് കിട്ടിയായിരുന്നു കേട്ടോ. ഞാനും പിള്ളേരും അഞ്ജലിയും കൂടെ ഇന്നലെ വൈകിട്ട് പോയി ഒരു തോട്ടിയൊക്കെ കെട്ടി കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം വന്നിട്ട് എന്നത്തെയും പോലെ നമ്മുടെ പരിപാടികൾ പതുക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ കട്ടൻ ചായയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആ ചായക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഓടിപ്പിടിപെടുത്ത് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം ഇന്ന് നമ്മളിവിടെ കാപ്പിയുടെ പരിപാടികളൊക്കെ നടത്തിയിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ ഉച്ചക്കത്തെ കഴിക്കുന്നു. അതിന് ശേഷം അവിടെ നിന്ന് നേരെ കയ്യിൽ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി സദ്യ കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇനിയിപ്പോൾ വൈകിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ചായ ആയിട്ടുണ്ട്, ചായ കുടിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വിഷുവിന് അങ്ങനെയൊന്നുമില്ലായിരുന്നു. എല്ലാ സാധനങ്ങളും സദ്യയും ഉപ്പേരി കാ വറുത്തതും ഒക്കെ വെച്ചിട്ട് അടിപൊളി സദ്യയൊക്കെ ഒരുക്കി നമ്മളിവിടെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ അച്ഛനും അമ്മയൊക്കെ അവിടെ ആയതുകൊണ്ട് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. അപ്പം കാരണന്മാർക്കൊക്കെ ഒരു സന്തോഷമാവുമല്ലോ, മക്കളും കൊച്ചുമക്കളൊക്കെ വരുമ്പോഴത്തേക്കിനെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ നമ്മൾ തീരുമാനിച്ചത് കേട്ടോ. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിക്ക് ഉറക്കം വന്ന് കുഞ്ഞാപ്പി കിടന്നുറങ്ങി. അബിത അവിടെ കണ്ണു നട്ടിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി നമ്മൾ പതുക്കെ ഓരോ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കാപ്പി ഉണ്ടാക്കണം, ഉപ്പുമാവും പഴം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അതാകുമ്പം എളുപ്പമുണ്ട് കേട്ടോ. എന്തായാലും ചോറ് വെച്ചിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി നേരത്തെ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നുകയാണ്, വീട്ടിൽ നിന്ന് കുറച്ച് കറിയൊക്കെ കൊണ്ടുവന്നാൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചോറ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അടുപ്പിൽ തീ കത്തിച്ചിട്ട് കഞ്ഞിക്കുള്ളത് അടുപ്പിലേക്ക് ഇടാമെന്ന് വിചാരിച്ച് ഗ്യാസൊക്കെ തീരാറായിട്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് വെള്ളം വരുന്ന ദിവസം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ ഓൾറെഡി ടാങ്കിൽ വെള്ളം കുറവാണ്, പിന്നെ കുറച്ച് തുണി നനയ്ക്കാനുണ്ട്. അപ്പം നിലവിൽ ടാങ്കിലുള്ള വെള്ളം നമുക്ക് അകത്തെ വീപ്പയിലേക്കും കുറച്ച് പിടിക്കണം, പിന്നെ വാഷിംഗ് മെഷീനകത്തേക്കും പിടിച്ചിട്ട് ടാങ്ക് കഴുകാമെന്നൊക്കെ പറഞ്ഞ ഏട്ടാ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ടാങ്ക് കഴുകണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഏട്ടയ്ക്ക് അങ്ങനെ വീട്ടിലിരിക്കാൻ ഒക്കാറില്ല. അഥവാ ശനി ഞായർ ഇരുന്നെങ്കിലും അന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കഴുകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം കുടിവെള്ളം എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓടിപ്പോയി കുടിവെള്ളമൊക്കെ എടുത്തുകൊണ്ടിരുന്നു മേടിച്ചേച്ചിയുടെ അടുത്തുനിന്ന്. അപ്പം ഞാനാണ് ഇത്തവണ അവിടെ 1-ാം തീയതി കയറിയേക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ വെള്ളം വീശിയതേ പോയിട്ടുണ്ടായിരുന്നു വെള്ളം എടുക്കാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഞാൻ കയറിയത് നല്ലതാണ്, അതുകൊണ്ട് ആരും പേടിക്കാനില്ല. അങ്ങനെ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ അരിയൊക്കെ എടുത്ത് അരി കഴുകാണ് കേട്ടോ. പെട്ടെന്ന് വേഗം കൂടി ചോറാണ് ഇത്തവണത്തെ അരിക്ക്. അപ്പോൾ അതുകൊണ്ട് പേടിക്കില്ല, 1-2 തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ചോറാകും കേട്ടോ. അങ്ങനെ അരിയൊക്കെ നല്ല വൃത്തിയായിട്ട് 2-3 ട്രിപ്പ് എന്നത്തേ പോലെ കഴുകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാം വിശദമായിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. നല്ലപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിൻ്റെ കാടി കളയുന്നോളം വരെ ഞാൻ കഴുകും കേട്ടോ. എന്നിട്ടാണ് അരി അടുപ്പിൽ ഇടാറുള്ളത്. അല്ലെ പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഊറ്റി കഴിയുമ്പോഴത്തേക്കിനും കൂടുതലും കാടിയായിരിക്കും. ഒരു വെള്ള കഞ്ഞിവെള്ളമുണ്ട്, അതല്ലാതെ ഇങ്ങനെ കാടി കലർന്ന കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ. പൂറി കഴിയുമ്പോഴത്തേക്കിനും കാടി കലർന്ന കഞ്ഞിവെള്ളമാണെങ്കിൽ കുടിക്കാൻ ഒരു സുഖം കാണത്തില്ല. അപ്പം അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ ഒരു 3-4 ട്രിപ്പ് നല്ലപോലെ കഴുകി വെള്ളം തെളിയുന്നവരെ കഴുകിയതിന് ശേഷം അരി അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് പതുക്കെ അങ്ങ് നീറി വേകട്ടെ കേട്ടോ. വിറകാണെങ്കിൽ ഷഡ് പൂക്കുന്ന കത്തി തീരുകയാണ്, കാരണം ഉണങ്ങി നന്നായിട്ടിരിക്കുന്ന വിറകായതുകൊണ്ട് പെട്ടെന്ന് കത്തുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വലിയൊരു മുട്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാവകാശം കത്തി അവിടെ ഇരുന്നോളൂല്ലോ. അപ്പോൾ അത് അരി അടുപ്പിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് പതുക്കാവട്ടെ.
അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പതുക്കെ കാപ്പിയുടെ പരിപാടികളിലേക്ക് കിടക്കുകയാണ്. ഉപ്പുമാവിനുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കരിയാപ്പിലയില്ല കേട്ടോ, കരിയാപ്പിലൊക്കെ തീർന്നിരിക്കുകയാണ്. ഇന്നലെ ഞാൻ വിഷുവിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച കൂട്ടത്തിൽ ഏട്ടയോടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിയാപ്പിലാണെങ്കിൽ കുറച്ച് വാങ്ങണമെന്ന് കേട്ടോ. സാധാരണ സാമ്പാർ കിറ്റോ അല്ലെങ്കിൽ അവിയൽ കൂട്ടൊക്കെ വാങ്ങുമ്പോഴത്തേക്കിനും അതിനകത്ത് ഇങ്ങനെ കരിയാപ്പില കിട്ടുന്നതാണ്. പക്ഷേ ഇന്നലെ കിട്ടിയില്ല. ആൾ പ്രത്യേകം പറഞ്ഞ് വാങ്ങാൻ മറന്നും പോയിട്ടോ. പിന്നെ സാരമില്ല, ഇന്നിപ്പോൾ വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് കരിയാപ്പില കൊണ്ടുവരണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ എൻ്റെ കാച്ചനെയൊക്കെ തീർന്നിട്ടാന്ന് തോന്നുന്നു കേട്ടോ. മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട്. അപ്പം ഞാൻ തീരുമാനിച്ച് വീണ്ടും കാച്ചെണ്ണ തേച്ച് തുടങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ പോകുമ്പോൾ വേണം കരിയാപ്പിലയും പിന്നെ കുറച്ച് കറ്റാർവാഴയൊക്കെ കൊണ്ടുവരാൻ. കറ്റാർവാഴ ഞാൻ ഇവിടുന്ന് തന്നെ അവിടെ കൊണ്ട് വെച്ചതാണ്. ഒരു കുഞ്ഞ് നരിന്ത് പോലത്തെ ഒരു സാധനത്തെ കൊണ്ട് വെച്ചാണ് കേട്ടോ. ഇപ്പോൾ അവിടെ 4-5 ചോട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടും കുറച്ചൊക്കെ കൊണ്ടുവരണം. ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം കേട്ടോ. അവിടെയാണെങ്കിൽ ചെമ്പരത്തിപ്പൂവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, കേശവർദ്ധിനിയും. ഇവിടെ നമുക്കൊന്നും പിടിക്കുന്നുമില്ല, എത്ര കൊണ്ടുവന്ന് വെച്ചാലും പിടിക്കുന്നില്ല കേട്ടോ. ഇനി ഇവിടെ അങ്ങനെ കിട്ടാനുമില്ല. നമ്മുടെ താഴെ നിൽക്കുന്ന തുളസിയൊക്കെ ആണെങ്കിൽ കരിഞ്ഞ് പറിച്ച് മൊത്തം അങ്ങ് പോയി, സമൂലം പോയെന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കിനും കിളിർത്ത് കയറി വന്നാലായി. എന്നാലും ഇലയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ കമ്പ് മാത്രം നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ചോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നത്തെ ദിവസം അങ്ങ് ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല, മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളമൊക്കെ കിട്ടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതൊക്കെ കയറി വന്നോളായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ മിറ്റൊക്കെ അടിച്ചു. അതിന് ശേഷം വന്നിട്ട് കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഏട്ടായി ടാങ്ക് കഴുകാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടാങ്കിൻ്റെ മണ്ടയിലാണ് കഴിക്കും പിറക്കും ബഹളങ്ങളാണ്. തുണി കഴുകാനുള്ള വെള്ളം പിടിച്ചിട്ടിട്ടുണ്ട്. കാപ്പിയുടെ കാര്യം കഴിഞ്ഞിട്ട് തുണി അങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. ഒരു സെക്ഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴുകി കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ ഇടണം. ഇഷ്ടംപോലെ തുണിയാണ്. ഇതൊക്കെ ഇത്ര എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ 1.5 വെള്ളവും വരുന്നുള്ളൂ. അതും ഫുൾ ടാങ്ക് കിട്ടത്തൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അതങ്ങ് നിന്നു പോകും. പിന്നെ ഇങ്ങനെ എയർ ആയിരിക്കും വരുന്നത് കേട്ടോ. പൈപ്പ് തുറന്നാലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം മഴക്കാലമാവാതെ ഒരു രക്ഷയില്ല. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വഴറ്റി കടുകൊക്കെ പൊട്ടിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വറുത്ത റവയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് നമ്മൾ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് ആക്കിയാൽ മാത്രം മതി. അങ്ങനെ ഉപ്പുമാവിനുള്ള വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റവ ഇട്ട് കൊടുക്കുന്നു. ഇളക്കി നമ്മൾ സെറ്റാക്കി എടുക്കുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പുമാവ്. ഉപ്പുമാവ് നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഉപ്പുമാവ് ഏകദേശം ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ കുഞ്ഞാപ്പി എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ 2 പേരെയും പല്ലൊക്കെ തേപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഉപ്പുമാവ് നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷാഡു പൂക്കുന്നുണ്ടാക്കിയെങ്കിലും നല്ല ടേസ്റ്റ് എനിക്ക് തോന്നി. പിന്നെ ഒരുപാട് ഇങ്ങനെ വറുത്ത് ആക്കാത്തതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും അങ്ങനെ പൊടിഞ്ഞു വന്നുമില്ല. പക്ഷേ രുചി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കത് മതിയല്ലോ. അപ്പോൾ നമ്മുടെ കാപ്പിക്കുള്ള കാര്യങ്ങളായിട്ടുണ്ട്. പിന്നെ ഇതിന് കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം പഴമാണ് കേട്ടോ. പിന്നെ പാൽ ഇന്നലെ വൈകിട്ട് മേടിച്ചുകൊണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് തണുപ്പൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പാൽ ചായയും കൂടെ ആക്കാം കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് പൊടിഞ്ഞായിക്കോട്ടെ എന്ന് വിചാരിച്ച് കട്ട കുത്തിയതൊക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. അതേസമയം ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മളിനി പാല് വെക്കാണ് കേട്ടോ ചായക്കുള്ളത്. പിന്നെ ഞാൻ കുറച്ച് തേയിലയും കൂടെ നേരത്തെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളയ്ക്കുന്നതിന് മുന്നേ നന്നായിട്ട് തിളച്ച് കുറച്ച് കടുപ്പ് ഇവിടെ എല്ലാവർക്കും വേണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പാലും അടുപ്പിൽ വെച്ച് നമ്മുടെ പാല് തിളയ്ക്കാൻ അധികം സമയത്തിൻ്റെ ആവശ്യമില്ല. ഷട്ട് കുക്കുന്ന തന്നെ പാൽ ചായയായി, കാപ്പിയൊക്കെ ആയി കേട്ടോ. അപ്പോഴേക്കും ഏട്ടായി ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിച്ചിട്ട് വേഗം വന്ന് കാപ്പി കുടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. അങ്ങനെ പിന്നെ അബീനെയും കുളിപ്പിച്ചു. കുഞ്ഞാപ്പീനെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കാരണം അവൻ ഇപ്പം വിളിച്ചിട്ട് വരുന്നേയില്ല, ചായയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ചായയൊക്കെ കുടിച്ചിട്ടൊന്ന് റിലാക്സ്ഡ് ആയിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് കുളിച്ച് റെഡിയായി വന്നവർക്ക് കാപ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടായും അബിയും കൂടി ഇരുന്ന് കാപ്പി കുടിക്കുകയാണ്. ഉപ്പുമാവും പഴം പാൽ ചായയാണ് കേട്ടോ. അപ്പോഴേക്ക് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ പുറകെ കുറേ എങ്ങനെ ഓടി കേട്ടോ. ഓസാണ് എപ്പോഴും ഇങ്ങനെ വിട്ട് പോകുന്നതുകൊണ്ട് നമ്മളവിടെ നിന്ന് തന്നെ ചെയ്യണം. പിന്നെ വെള്ളത്തിന് ആദ്യം കുറച്ച് ഫ്ലോ കുറവായിരുന്നു. അപ്പോൾ അതിങ്ങനെ നോക്കി നിന്ന് കുറേ സമയം പോയി. പിന്നെ ഞാനും ഏട്ടയും കൂടെ അവിടുന്ന് പൈപ്പേ കുത്തിയിട്ട് ഓസ് വലിച്ചുകൊണ്ട് ബാത്റൂമിലെ ടാങ്കിലിട്ടു. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഇതിനിടയ്ക്ക് കേട്ടോ.
അങ്ങനെ ഒരു തരത്തിൽ കുറച്ച് വെള്ളമൊക്കെ ടാങ്കിൽ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വെള്ളം നല്ല പവറി വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും നമ്മൾ മുകളിലെ ടാങ്കിലേക്ക് കുത്തിവിട്ടു കേട്ടോ. അപ്പോൾ അതാ രണ്ടുപേരും ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. കുഞ്ഞാപ്പിക്ക് ഞാൻ കുറച്ച് വാരിയൊക്കെ കൊടുത്തു. എന്നിട്ട് രക്ഷയൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ. ചായയും റസ്ക്കൊക്കെ എണീറ്റപ്പോൾ കഴിച്ചായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനും കാപ്പി കുടിച്ചു കേട്ടോ. ഞാനും പഴവും ഉപ്പുമാവും എടുത്ത് കാപ്പി കുടിക്കുകയാണ്. കുഞ്ഞാപ്പിക്കുള്ളത് പഞ്ചസാര ഇട്ടതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആൾ കഴിക്കുന്നൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ കഴിച്ചോളം കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ നനയ്ക്കാനുള്ള തുണികളൊക്കെ നനച്ചേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ആദ്യത്തെ സെക്ഷൻ അലക്കി വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട്. അത് ഊരിപ്പിഴിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. പിന്നെ വെള്ളം കുറവായതുകൊണ്ട് തന്നെ 2 ട്രിപ്പ് ഊരിപ്പിഴിഞ്ഞ് ലാസ്റ്റത്തെ വെള്ളം ഉണ്ടല്ലോ അതിൽ തന്നെ ഞാൻ 1 ട്രിപ്പ് അലക്കിയിട്ട് പിന്നെ അത് 2 ട്രിപ്പ് ഊരിപ്പിഴിഞ്ഞ് 1 ട്രിപ്പ് ഞാൻ വാഷിംഗ് മെഷീനകത്ത് തന്നെ ഇട്ട് ഊരിപ്പിഴിഞ്ഞ് എടുത്തിട്ട് പിന്നെ പുറത്ത് കൊണ്ടുപോയി വീപ്പേന്ന് മുക്കി ഊരിപ്പിഴിഞ്ഞ്. അയ്യോ ശരിക്കും മടുത്ത് പോയിട്ടോ. അത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ വിരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ലാതായിപ്പോയി. പിന്നെ കാപ്പി പിടിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി എല്ലാം അടുക്കി പെറുക്കി വെച്ച് പിന്നെ ചോറിന് ഇടയ്ക്കിടയ്ക്ക് തീയൊക്കെ കൂട്ടിയിട്ട് അതും ഓക്കെ ആക്കി എടുത്തു കേട്ടോ. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വിളിച്ചു, എപ്പോഴാണ് വരുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട്. ജ്യോതി വരുന്നുണ്ട്, അമ്മാളും ഇന്നലെ വൈകിട്ട് തന്നെ കയ്യൂർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ വീട്ടിലുണ്ട്, അപ്പോൾ അത്യാവശ്യം എല്ലാവരും വീട്ടിലുണ്ട്. പിന്നെ അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. കാരണവന്മാർക്കൊക്കെ ഒരാഘോഷ ദിവസം ഉണ്ടെങ്കിൽ മക്കളും കൊച്ചുമക്കളൊക്കെ വീട്ടിൽ വന്നാലല്ലേ അവർക്കൊരു സന്തോഷമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ച് വിളിയോട് വിളിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വേഗം എല്ലാം ഒന്ന് അടുക്കി പറക്കി എല്ലാം വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ പോകാൻ ഡ്രസ്സൊക്കെ മാറാനുള്ള പരിപാടികൾ നോക്കുകയാണ്. പിള്ളേർ പിന്നെ ഏട്ടായി പതുക്കെ ഡ്രസ്സൊക്കെ മാറിച്ച് ഒരുക്കമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അഭി പിന്നെ കുളിച്ച് ഒരുങ്ങിയിരിക്കുന്ന ഡ്രസ്സൊന്നും ഇട്ടാൽ മാത്രം മതി കേട്ടോ. കുഞ്ഞാപ്പിയുടെ കാര്യങ്ങളും ഏട്ടായി നോക്കി. പിന്നെ ഞാൻ ഓടിപ്പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി. മേക്കപ്പ് ചെയ്യാനൊന്നും എന്നെ സമ്മതിച്ചില്ല. ഇനി നിന്നിട്ടുണ്ടെങ്കിൽ വിഷു കഴിഞ്ഞാലും ഇവിടെ ഒരുക്കം തീരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നത് ആ ലൈറ്റൊക്കെ ഓഫാക്കി വേഗം ഇറങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ മുടിയൊന്നും കെട്ടാതെ തന്നെ അത്യാവശ്യം മുടിയൊക്കെ ഒന്ന് വാരി പിടിച്ചുകൊണ്ട് ഞാൻ വേഗം ഒരുങ്ങി റെഡിയായി ഇറങ്ങി. അങ്ങനെ ഇതാ പിള്ളേരെയൊക്കെ ഒരുക്കി പറക്കി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ ഉണ്ടാക്കിയേക്കുന്നതെന്നൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം. എന്തായാലും ഉച്ചക്കത്തെ ഊണ് അവരോടൊപ്പം, അത് കഴിഞ്ഞിട്ട് നേരെ കയ്യൂർക്ക്. അപ്പോൾ കുറച്ച് സന്തോഷത്തിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കാരണം വിഷു കൈനീട്ടം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. ഇന്നലെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ രാവിലെ വന്നേക്കണം, കൈനീട്ടമൊക്കെ വേണ്ടേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സന്തോഷത്തിൽ വിട്ടടിച്ച് പോവുകയാണ്. വിഷുക്കൈനീട്ടം കിട്ടിയിട്ട് വേണം എണ്ണ വാങ്ങാനും പിന്നെ എണ്ണ കാച്ചാനുള്ള അനുധാരികൾ വാങ്ങാനും കേട്ടോ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുടി അഴിച്ചിട്ടേക്കാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഉണങ്ങട്ടെ, എന്നിട്ട് വാരി കെട്ടി വെക്കാമെന്ന് വിചാരിച്ച്. ഞാനിങ്ങനെ കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ ഉരുട്ടി കെട്ടി വെക്കുന്നതുകൊണ്ടാണോ ഇനി മുടി കൊഴിയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കൊച്ചിനെ ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടുകൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. പതുക്കെ ഫീഡിങ് പരിപാടിയൊക്കെ അങ്ങ് നിർത്തണം. പിന്നെ അയണും കാൽസ്യമൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം. അങ്ങനെയും എൻ്റെ മുടി പൊഴിച്ചിട്ട് കുറയോ എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതലായിരുന്നു കാച്ചെണ്ണയൊക്കെ തേച്ച് തുടങ്ങിയത്. അത് കഴിഞ്ഞ് കുഞ്ഞാപ്പീനെ പ്രഗ്നൻ്റ് ആയി ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് നിർത്തുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്നപ്പം എനിക്ക് ഇഷ്ടം പോലെ മുടി ഉണ്ടാവണം എന്നുള്ള ത്വരയായിരുന്നു. ഇപ്പം ആ ത്വര മാറി. ഇപ്പോൾ ഉള്ളത് പോകരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. മുടിയൊക്കെ ഇങ്ങനെ കോതി വിടർത്തുമ്പോൾ എൻ്റെ ചങ്കിലൊരു തീയാണ്. അങ്ങനെ നമ്മളിതാ വീടെത്താറായിട്ടുണ്ട്. ഈ വണ്ടിയാണ് ഏട്ടായി ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്നെ കാണിച്ചു തന്ന് ഞാനത് വീഡിയോ എടുക്കാമായിരുന്നു. ഇതിനകത്തൊരു ദിവസം കയറണം എന്നൊരാഗ്രഹമുണ്ട്. ഒരു ദിവസം കയറി കാണിക്കാം, അകമൊക്കെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുവരെ അങ്ങനെ ലോറിയുടെ അകമൊന്നും കയറി കണ്ടിട്ടില്ലല്ലോ. ടോറസും അങ്ങനത്തെ വലിയ വലിയ വണ്ടിക്കകത്തൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഒന്ന് കയറണമെന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ നോക്കിയിരുന്ന് അമ്മ മടുത്തിട്ട് അമ്മ കൂട്ടുകാരത്തിയുടെ അടുത്തേക്ക് എങ്ങാണ്ട് പോയതായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കിന് അച്ഛൻ ഞങ്ങൾക്ക് കൈനീട്ടൊക്കെ തന്നു കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടത് വാങ്ങിച്ച്. പിന്നെ എനിക്ക് കൊടുക്കാൻ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിരിച്ച് മാത്രം കാണിച്ച് അവിടെ നിന്നു. അങ്ങനെ കൈനീട്ടൊക്കെ സ്വീകരിച്ച് നമുക്ക് എണ്ണ വാങ്ങാനുള്ള കാശൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ട് എണ്ണയൊക്കെ വാങ്ങിക്കണം കേട്ടോ. ഇന്നിപ്പം വന്നിട്ട് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കണം, ഇല്ല നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ കൈനീട്ടൊക്കെ മേടിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും അമ്മ വന്ന് പിന്നെ അമ്മയും കൈനീട്ടൊക്കെ തന്നു. പിന്നെ പിള്ളേർക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷുക്കോടിയൊക്കെ എടുത്ത് കിട്ടി. അങ്ങനെ സന്തോഷകരമായിട്ട് അവിടെ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ആ പുതിയ 2 അതിഥികൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. 2 കുഞ്ഞി പൂച്ചക്കുഞ്ഞു കേട്ടോ. വളർത്താനായിട്ട് എവിടെ നിന്നും കൊണ്ടുവന്നാണ്. അപ്പോൾ 2 പേരും ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അത് നോക്കി കുറേ നേരം നിന്ന് കേട്ടോ. കുഞ്ഞാപ്പിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതുങ്ങളുടെ പുറകെ ഇങ്ങനെ നടന്നോളും.
അങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഏകദേശം 1 മണിയൊക്കെ ആയപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ചോറ്, നമ്മുടെ ഒഴിച്ചുകറി, അച്ചാർ, പപ്പടം, പിന്നെ ഏട്ടായിക്ക് പന്നിയിറച്ചി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പന്നിയിറച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിഷുവിന് സദ്യയാണ് പ്രധാനം, എന്നാലും ഉണ്ടാക്കി കഴിച്ചെന്നോർത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കാമെന്ന് മാത്രമേ ഉള്ളല്ലോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ എടുത്തുകൊണ്ടെന്ന് വെച്ച് നമ്മളിനി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഏട്ടായിക്ക് അച്ഛനും പിള്ളേർക്കും കൂടെ അങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഞാനോട് രണ്ടാമത് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛനും പിള്ളേർക്കും കൂടെ തറയിലൊക്കെ ഇരുത്തി അവർക്ക് 3 പേർക്കും കൂടെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏട്ടായി ഇതാ മേശയിലിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാണ് കേട്ടോ. ഏട്ടായിക്ക് പിന്നെ പന്നിയിറച്ചി കണ്ടതോടെ കൺട്രോളൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കയ്യൂരി എന്ന് കഴിയുമ്പോഴേ കഴിക്കണമല്ലോ, ഒരു പിടി വയറിട്ടേക്കണം എന്ന് പറഞ്ഞിട്ട് ആളുടെ മനസ്സനുവദിച്ചില്ല പന്നിയിറച്ചി കണ്ടതോടെ. പിന്നെ ആൾ ഫുള്ള് വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും എങ്ങനെ കഴിക്കുമെന്ന് എന്നോട് ചോദിച്ച്. ഞാൻ പിന്നെ ഒരു കുഞ്ഞു വയറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ചോറും കുറച്ച് കറികളും മാത്രമേ കഴിച്ചില്ല, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും എല്ലാവരും കൂടെ ഒന്ന് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് വിശദമായിട്ട് കഴിക്കുന്നുണ്ട്. പന്നിയിറച്ചി നന്നായിട്ട് ഉണക്കി എടുത്തായതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവരും കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് അവർ എല്ലാവരും ഇരുന്ന് കഴിച്ച് അതിന് ശേഷം ഞാനും അമ്മയും കൂടെ ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് ചോറും കറികളൊക്കെയാണ് ഞാൻ എടുത്തത്. എനിക്ക് പിന്നെ പന്നിയിറച്ചി കൂട്ടാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കഴിച്ചില്ല. ബാക്കിയെല്ലാം കൂട്ടി കുറച്ച് ചോറ് ആദ്യം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ കഴിച്ചേക്കാമെന്ന് തോന്നി കേട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ അങ്ങ് ഫുഡ് അങ്ങ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, വീട്ടിൽ ചെന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് എക്സസൈസൊക്കെ ചെയ്തിട്ട് ബാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരോടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ. ആ പിള്ളേരാണെങ്കിൽ അമ്മ മേടിച്ചു കൊടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് പിന്നെ കുറേ നേരം പൂച്ചയുടെ പുറകെ ആയിരുന്നു കേട്ടോ. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ബഹളങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് വിളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജ്യോതി വരെ എത്തി, നീ ഇതുവരെ എന്നെ എത്താത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അന്ന് പിന്നെ വേഗം പോയേക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവരെ വീണ്ടും പഴയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നമ്മളിനി വിറ്റടിച്ച് നേരെ കയ്യൂർക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ പായസം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ പായസത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ സീനി കിറ്റും പാലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള പദ്ധതികളൊക്കെ ഇട്ട് നമ്മൾ നേരെ കയ്യൂർക്ക് പോവാണ്. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ദാ കയ്യൂരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിറങ്ങി നോക്കിയപ്പോൾ ഉണ്ടല്ലോ മാമ്പഴം വീണ് കിടക്കുന്ന കേട്ടോ വഴിയിൽ കൂടെയൊക്കെ. പിന്നെ 1-2 പറക്കി അവിടെ നിന്ന് തന്നെ തിന്ന്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ തപ്പി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ തിരിച്ച് വന്നിട്ട് പെറുക്കാൻ കൂടെ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ കൈ കിട്ടുന്ന ഒരു 3-4 പെറുക്കി എടുത്ത് കേട്ടോ. നന്നായിട്ട് പഴുത്ത മാമ്പഴമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞെടുപ്പ് കട്ടിച്ച് അപ്പം തന്നെ ഞാൻ ഒരെണ്ണം അകത്താക്കി കേട്ടോ. പിന്നെ കൈ കിട്ടാവുന്ന അത്രയും പെറുക്കി എടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്കിനും ഒരു കൂടെ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലെ വണ്ടിയൊക്കെ പോകുന്നതായതുകൊണ്ട് കുറേയൊക്കെ അരഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള മാമ്പഴം, ഒരു വിഷവും അടിക്കാത്ത നല്ല ശുദ്ധമായ മാമ്പഴമാണ് കേട്ടോ. അങ്ങനെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന അത്രയും പെരക്കിക്കൂടെ നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് കടയൊക്കെ അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സേമിയ വാങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഏട്ടായി പറഞ്ഞ് നിങ്ങൾ പതുക്കെ വിട്ടോ, ഞാൻ പുറകെ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും കുഞ്ഞാപ്പി അബിയും കൂടെ ആദ്യം ഫ്രണ്ടിൽ ഇങ്ങ് പോന്നു കേട്ടോ. അങ്ങനെ ദാ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. വന്ന് കയറിയപ്പോഴത്തേക്കിനും അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ക്യാമറ കണ്ടത് എല്ലാം 4 വശം ഓടി. അഖിൽ പിന്നെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിയേറ്ററിൽ സിനിമയുടെ സമയമാണല്ലോ, വിഷുവൊക്കെ പടം ഇറങ്ങുന്ന സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് തിരക്കായതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടോ. ഞാനിങ്ങ് വന്നത് എല്ലാം 4 വശത്തെ ഓടി. എന്നാൽ പിന്നെ പുറകെ പോയി വീഡിയോ എടുത്തിട്ട് കാര്യമുള്ളെന്ന് പറഞ്ഞ് ഞാനും പുറകെ ഓടിയിട്ടോ. അമ്മ അവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് പിള്ളേരുമായിട്ട് കുട്ടിക്കളെയൊന്നും മാറിയിട്ടില്ലെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അരമണിക്കൂറത്തെ ഓട്ടത്തിന് ശേഷം എന്താ ശാന്തമായിട്ട് ഒരാൾ നടന്ന് പോവുകയാണ്. എന്നാലും ഫേസ് കാണിക്കുന്നില്ല, പക്ഷെ പോകുന്നതിനിപ്പുറം നമ്മൾ എപ്പോഴേലും ക്യാമറയിൽ പകർത്തുന്നതായിരിക്കും കേട്ടോ.
അങ്ങനെ ഓരോരുത്തരെ തപ്പി തപ്പി വന്നപ്പോഴത്തേക്കിനും ഒരാളെ മാത്രം കാണുന്നില്ല കേട്ടോ. അദ്ദേഹത്തെ തപ്പി വന്നപ്പോൾ ദാ മേശയുടെ അടിയിൽ കയറി പതുങ്ങിയിരിക്കുകയാണ്. ഏകദേശം 15-20 മിനിറ്റോളം ഈ ഇരിപ്പ് അവിടെ ഇരിക്കേണ്ട വന്നു, ക്യാമറ പതിയാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അവസാനം ഞാൻ ജൂല് വെച്ചിട്ട് പതുക്കെ കിള്ളി ഇറക്കി. അങ്ങനെ പിന്നെ ഞാൻ ഫോൺ മാറ്റിയാലേ അവർ രംഗത്തെത്തൂ എന്നായപ്പോഴത്തേക്കിനും കുറച്ച് നേരം ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ചിട്ടാണ്. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഓടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ജ്യോതി വന്നപ്പോഴത്തേക്കിനും കുറച്ച് പലഹാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ജിലേബി എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ജിലേബിയൊക്കെ എടുത്ത് ഏട്ടായിക്കും പിള്ളേർക്കൊക്കെ കൊടുത്ത് ഞാൻ കഴിച്ച്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ചെറുതായിട്ടൊക്കെ ഇവർ വീഡിയോയിൽ വരുന്നുള്ളൂ. അമ്മാൾ പിന്നെ മുഖം കാണിച്ചില്ലെങ്കിൽ ഇനി ഞാൻ ഒന്നിനും സഹകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ട് ഫേസ് കാണിക്കാം, കുറച്ച് കഴിഞ്ഞിട്ടാട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം ഇങ്ങനെ പോയിട്ട് അപ്പം എന്നോട് ചോദിച്ചു, വിഷമൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ട് ചോറൊന്നും ഉണ്ടെന്നില്ലെന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടല്ലേ പോന്നിട്ടുള്ളൂ, അപ്പം ദഹിക്കാനുള്ള സമയം ആയിട്ടില്ല, എന്തെങ്കിലും പോകുന്നതിന് മുന്നേ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് ഏട്ടായി നമ്മുടെ സേമിയയും പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി ഇതാ പതുക്കെ സേമിയ പായസം ഉണ്ടാക്കാനുള്ള പരിപാടികളിലാണ്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും പപ്പടമൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പടമൊക്കെ കാച്ചാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ എത്തി. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വർത്താനം പറയാൻ പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും വേണമെന്നില്ല. നട്ടതും ചുട്ടതും കിളുത്തതും എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അങ്ങനെ വാചകം അടിച്ച് തന്നെ സമയം കുറേ അങ്ങ് പോയി കേട്ടോ. പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ വന്നാൽ ഈ വർത്താനം മാത്രമേ ഉള്ളൂ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് മിച്ചറൊക്കെ പിള്ളേർക്ക് എടുത്തു കൊടുത്തു. പിന്നെ ഇങ്ങനെ സമയം അങ്ങ് പോയി, കുറേ സമയം ഇങ്ങനെ പോയിട്ടോ. പിന്നെ അമ്മച്ചോടും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അമ്മച്ചിനെ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കിട്ടിയില്ല, കാരണം ഓരോരുത്തരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ബന്ധുക്കളൊക്കെ. അപ്പം ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് നടക്കായിരുന്നു കേട്ടോ. അമ്മമാരുടെയൊക്കെ കൈ ഫോൺ കിട്ടിയാലത്തെ അവസ്ഥ അറിയാലോ, അവർ വെക്കണമെങ്കിൽ നല്ല സമയം എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം നമുക്കിനി താഴത്തെ വീട്ടിലോട്ട് പതുക്കെ പോകാം. അവിടുന്ന് കുറച്ച് ഐറ്റംസ് പറിക്കാനുണ്ട്. നേരത്തെ പറിച്ച് വെച്ചില്ല, ഞാൻ മറന്നു കേട്ടോ. പിന്നെ മഴയ്ക്ക് ഒരു ചെറിയ മൂടലുണ്ട്, അപ്പോൾ അതിന് മുന്നേ വീട്ടിലെത്തണം. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പെയ്യുമോയെന്ന് അറിയത്തില്ല, എന്നാലും നമുക്കിവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയേക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇന്നാളത്തെ പോലെ ഓട്ട വിളിച്ച് രാത്രി പോകേണ്ട വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ ഉമേനെ പായസത്തിൻ്റെ പരിപാടി ഏൽപ്പിച്ചിട്ട് ഞാനും ജ്യോതിയോടെ കരിയാപ്പല പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മാളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഗുണമുള്ളത്, എനിക്കൊരു ക്യാമറമാനെ കിട്ടും. അതുകൊണ്ട് എന്നെ വൃത്തിയായിട്ട് കാണാനും പറ്റും. അല്ലെങ്കിൽ എൻ്റെ മുഖം മാത്രമേ കിട്ടത്തുള്ളല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കരിയാപ്പല പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കരിയാപ്പ് ജ്യോതി തന്നെ നട്ടതാണ് കേട്ടോ. നന്നായിട്ട് സൂക്ഷിച്ച് പരിപാലിച്ച് ഇപ്പം 3 വലിയ കരിയാപ്പൻ തൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവളും പോകുമ്പം കരിയാപ്പിൻ്റെ തൈ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞാനും പിന്നെ 2 തൈ പറിച്ചെടുത്ത് വീട്ടിൽ ചെന്നിട്ട് നടാലോ എന്ന് വിചാരിച്ചിട്ട്. ഇഷ്ടംപോലെ തൈ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, വേരേന്ന് ഇങ്ങനെ പൊട്ടിച്ച്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറ്റാർ വാഴയും കൂടെ പറിക്കണം. അധികം വേണ്ട കേട്ടോ, എണ്ണ കാച്ചാനുള്ളത് മാത്രമേ ഉള്ളൂ. ജ്യോതി സംരക്ഷിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ജ്യോതി കല്യാണം കഴിഞ്ഞ് പോയപ്പോഴത്തേക്കിനും ഇപ്പോൾ സംരക്ഷിക്കാൻ ആളില്ലാതെ ഉള്ള അവസ്ഥയിലാണ് കേട്ടോ. പിന്നെ അച്ചായി നോക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്താണ് കേട്ടോ. ഒരു കുഞ്ഞു തൈ, അതിപ്പോൾ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവത്തിൽ നിന്ന് തന്നെ 2 ഇതളല്ലേ കറ്റാർവാഴയുടെ, അത് കൂട്ട് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ മുല്ല മൊട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് കണ്ടത്. നേരത്തെ നമ്മുടെ ഇവിടെ ഒരു 3 മുല്ല ഉണ്ടായിരുന്നു, അത് നിറച്ചും മൊട്ടിട്ട് ഒരു 2-3 ബക്കറ്റ് വരെ മുല്ല പൂ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വലിയ ചെമ്പകം ഉണ്ടായിരുന്നു, ആ ചെമ്പകം നിറച്ചിങ്ങനെ കയറി കിടക്കുമായിരുന്നു. പിന്നെ ഒരു വലിയ ചീമക്കൊന്നയും, അതും ഇഷ്ടം പോലെ മുല്ലപ്പൂ ഉണ്ടാവുമായിരുന്നു. ഇപ്പം അത്ര ഇല്ല, ഇപ്പം ഇതിങ്ങനെ പിടിച്ച് വരുന്നേ ഉള്ളൂ. എന്നാലും ആ കുറ്റിയിൽ നിറച്ചിങ്ങനെ മൊട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, പണ്ട് മുല്ലപ്പൂവിൻ്റെയൊക്കെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ പൊരിഞ്ഞ അടിയായിരിക്കും കേട്ടോ. പെറുക്കി കോർക്കാനും നേരത്തെ മൊട്ട് പറിച്ച് വെക്കാനും എത്തുന്നിടത്തെ മൊട്ടൊക്കെ പറിച്ച് കോർക്കും. എന്നിട്ട് അത് വിരിഞ്ഞ് കഴിയുമ്പോൾ തലയിൽ ചൂടിക്കൊണ്ട് അടക്കും. അയ്യോ, അതൊക്കെ ഒരു കാലമായിരുന്നു കേട്ടോ. മുല്ലപ്പൂവിനൊക്കെ വേണ്ടി എന്ത് അടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒരു മനുഷ്യന് കൊടുക്കത്തില്ലായിരുന്നു. അവസാനം പൂവൊക്കെ ഇങ്ങനെ കേടായിക്കുമ്പോഴത്തേക്കിനും ഒരു നീലയും റോസും ഒക്കെ കളറാവുമല്ലോ മുല്ലപ്പൂവിന്, എന്നാലും കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ. ചീന്നവരെ ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇപ്പോൾ ആ ചെമ്പകമൊക്കെ വെട്ടി അതിൻ്റെ ആ കയറി കിടന്നൊക്കെ വെട്ടിയൊക്കെ വിട്ടുകൊണ്ട് ഇപ്പോൾ അധികമില്ല, എന്നാലും ഉണ്ട് കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെ പുഷ്പിച്ച് വരുന്നില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു റോസാക്കമ്പ് നട്ട് വെച്ചാൽ ലോകത്തിലൊക്കെ ഇഷ്ടം പോലെ ആർത്ത് പൂവുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നറിയില്ല. അപ്പോൾ നമ്മുടെ വെട്ടി ചെമ്പകത്തിൻ്റെ കമ്പ് ഇപ്പറേ നട്ടത്, അതും പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്.
അങ്ങനെ പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവും പറിച്ചെടുത്ത് എണ്ണ കാച്ചാനുള്ളത് കേട്ടോ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെമ്പരത്തിപ്പൂ പറിക്കാൻ വേണ്ടി പറമ്പിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു ഏരിയ മൊത്തം മുട്ടച്ചീര ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇത് കൂട്ടുകൂടെ കുറച്ച് കൊണ്ടേക്കാന്ന് കേട്ടോ. അപ്പം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അധികം പറിച്ചില്ല. ഒരു കറി വെക്കാനുള്ളത് മാത്രമേ പറിച്ചുള്ളൂ. കാരണം കൊണ്ടായാലും ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാടി കഴിയുമ്പോഴത്തേക്കിനും വേറൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം പറിച്ചില്ല, കുറച്ച് മാത്രം പറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ചീരയും കരിയാപ്പിലയും ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയൊക്കെ പറിച്ച് ഇനി എന്താണ് പറിക്കാനുള്ളത് ഇങ്ങനെ പരതിപ്പരന്ന് നടക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് എണ്ണ കാച്ചാൻ കുറച്ച് നമ്മുടെ പേരയുടെ കൂമ്പലയും കൂടെ പറിച്ചേക്കാന്ന് കേട്ടോ. അങ്ങനെ കയറി വരുന്ന വഴിക്ക് അവിടെ നിന്ന് വിട്ടിട്ടുള്ളതിൽ നിന്ന് കുറച്ച് തളിരിലകളോടെ പറിച്ചെടുത്ത് അങ്ങനെ നമ്മുടെ എണ്ണ കാച്ചാനുള്ള സാധനം ഇവിടെ നിന്ന് കിട്ടുന്ന ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഞാനിതൊക്കെ പറിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കിന് ഏട്ടായി പിള്ളേർക്കെല്ലാം കൈനീട്ടവും കൊടുത്തു, പിന്നെ ചോറും കൊണ്ടിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ഈ കെട്ടിച്ച് വിട്ട പെൺപിള്ളേർക്ക് തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനുള്ളൊരു ത്വരയുണ്ട് കേട്ടോ. വരുമ്പം പോലെ ഇങ്ങനെ ഓരോന്ന് തപ്പി നടക്കുക, എന്താണ് വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളത്, ചക്ക, മാങ്ങ, തേങ്ങ, കരിയാപ്പല, ഇതുപോലെ ചീര, അങ്ങനെയൊക്കെ കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സും അടിച്ചുകൊണ്ട് പോകാമായിരുന്നു. ഇപ്പോൾ ജ്യോതിയൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി, അമ്മാൾ ഹോസ്റ്റലിലുമാണ്. പിന്നെ ഇവിടുന്ന് ഡ്രസ്സൊന്നും കൊണ്ടുപോകാനില്ല. പിന്നെ എൻ്റെ ഡ്രസ്സ് ചേരാത്തൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം പാക്കറ്റിലാക്കി വെച്ചതിന് ശേഷം വന്നിട്ട് ഞാൻ ചോറുണ്ടാണ്. ഇനി വിഷുവൊക്കെ ആയിക്കൊണ്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോയി ഇനി അമ്മയ്ക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് വയറ്റിൽ ഗ്യാപ്പില്ലായിരുന്നു. എന്നാലും കുറച്ച് ചോറും സാമ്പാറും നമ്മുടെ മെഴുക്കുവരട്ടിയും പയറുപ്പേരിയും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മാളെ എനിക്ക് പപ്പടവും വറുത്തെന്ന്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് വിശാലമായിട്ട് ചോറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സേമിയ പായസം കഴിച്ചില്ല. അത്രയും കഴിച്ചപ്പോഴത്തേക്കിനും എൻ്റെ വയറ് നല്ല ദുമ്മെന്നായിട്ടുണ്ടായിരുന്നു. ഇനി അതുകൂടെ കഴിക്കാനുള്ള ഗ്യാപ്പില്ലാത്തതുകൊണ്ട് അത് കഴിച്ചില്ല. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പറിച്ചു കൊണ്ടുവന്ന സാധനമൊക്കെ അതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി പതുക്കെ നമ്മൾ പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ. മഴമൂടൽ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയ്യാലും തോന്നും കേട്ടോ. എന്നാലും പോയേക്കാണ്. ഇനിയിപ്പോൾ ഏട്ടയ്ക്ക് ചെന്നിട്ട് കൂട്ടുകാരൊക്കെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനും ഓർത്ത് കൂട്ടാ നേരത്തെ പോയേക്കാന്ന്. എന്നാലും വർത്താനം പറഞ്ഞിട്ട് അങ്ങ് മതിയാവുന്നില്ലായിരുന്നു. പിന്നെ ജ്യോതി ഇന്നിവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിൽക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് നിന്നാലും നാളെ ഇനി ഓട്ടോ വിളിച്ച് വേണം വീട്ടിലോട്ട് പോകാൻ. ഓട്ടോ കൂലിയാവും 500 രൂപ. അപ്പോൾ അത്രയും കാശ് കളയണ്ടല്ലോ, ഇപ്പോഴാണ് ഏട്ടായി പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും റെഡിയായി ഇറങ്ങി. അങ്ങനെ നമ്മൾ പോവുകയാണ്. ടാറ്റാ ബൈ ബൈ സീ യു ഒക്കെ പറഞ്ഞ് നേരെ വിട്ടടിച്ച് പോകുന്നു കേട്ടോ. പിന്നെ അമ്മച്ചി പുറകെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അവിടെ നിന്നിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ നേരെ തീക്കോയി വീട്ടിലേക്കാണ്. ചെന്നിട്ട് വേണം ഇനി കറിയൊക്കെ വെക്കാൻ കേട്ടോ. അപ്പം ഇനി ചെന്നിട്ട് എന്തെങ്കിലും ഒരു ഒഴിച്ചു കറിയും നമ്മുടെ ചീര തോരനും വെച്ച് പപ്പടം വറുത്താൻ നമ്മുടെ പരിപാടി തീർന്നു. അത്രയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത്. ഇത്രയും നേരം ആയപ്പോഴത്തേക്കിനും ഇങ്ങനെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ക്ഷീണമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണെങ്കിലും നമ്മളങ്ങ് കിടന്നൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പകുതി വഴി എത്തിയപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാപ്പി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ എനിക്കും ചെറിയൊരു ക്ഷീണമൊക്കെ ആയിരുന്നു. അങ്ങനെ വന്ന് കയറി കുറച്ച് നേരം അങ്ങ് കിടന്നുറങ്ങി എല്ലാവരും കേട്ടോ. ഏട്ടായി പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് പോന്നു. വന്നു കഴിഞ്ഞിട്ട് ആൾ തന്നെ കുളിച്ചിട്ട് വിളക്കൊക്കെ വെച്ച് ഞാൻ പിന്നെ അടുക്കളയിലെ കുറച്ച് പരിപാടിയുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ നേരത്തെ കുളിച്ചിട്ട് അടുക്കള കയറിയാലും ഇതെല്ലാം ഉണ്ടാക്കി പറക്കി അടുപ്പിൻ ചോട്ടിലൊക്കെ നിന്നിട്ട് കഴിയുമ്പോഴത്തേക്കിനും വേർത്ത് കുളിച്ച് കഴിയും. പിന്നെയും കുളിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഏട്ടായി വിളക്കൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ചീരയൊക്കെ കഴുകി വൃത്തിയാക്കി ആദ്യം വെള്ളം വാലാൻ അങ്ങ് വെച്ചു. മുട്ടച്ചീരയ്ക്കകത്ത് ആവശ്യത്തിനധികം വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം വാണതിന് ശേഷം നമ്മൾ തോരൻ വെച്ചില്ലെങ്കിൽ ഒരു വിഴുക്കി ഇരിക്കും കേട്ടോ. പിന്നെ ഒരുപാട് മൂത്ത ഇലയാണേലും ഭയങ്കര വിഴുക്കലായിരിക്കും. ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ. അങ്ങനെ ചീരയില വെള്ളമൊക്കെ വാലാൻ വെച്ചിട്ട് വന്നിട്ട് നമ്മൾ സാമ്പാർ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ കഷ്ണിച്ചത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഒരു 4 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാറിൻ്റെ ഐറ്റംസ് ഇവിടെ റെഡിയാകും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചീരയിലെ വെള്ളമൊക്കെ വാണ് കിട്ടുകയും ചെയ്യും. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പിൽ വെച്ചിട്ട് 4 വിസിൽ വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ചീരയിലെ വെള്ളമൊക്കെ വാണിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് ഞാൻ ഓഫ് ചെയ്തിട്ട് എയറൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എയറല്ലോ നമ്മുടെ ആവി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ചീര നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, മുട്ടച്ചീര. അതിന് ശേഷം ചട്ടി അടുപ്പിൽ വെച്ചു, കടുകൊക്കെ പൊട്ടിച്ചു, അരിഞ്ഞു വെച്ച ചീരയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങായും ഉള്ളിയും പിന്നെ മുളകും നന്നായിട്ട് ഒതുക്കിയെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കേട്ടോ. പിന്നെ അതുകൂടെ ചേർത്ത് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റുന്നവരെ ഇളക്കി കൊടുക്കുകയാണ്. ഒരു തുള്ളി പോലും ഞാൻ വേറെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. മുട്ടച്ചീരയ്ക്കകത്ത് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ച് എണ്ണ ചേർത്തുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അടുക്കി പിടിക്കുകയല്ല കേട്ടോ.
അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇതാ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശമില്ലാതെ ചീര നല്ല വെറുവെറാനായിട്ടുണ്ട്. ഇത് മുട്ടച്ചീരയാണെന്ന് പോലും പറയത്തില്ല കേട്ടോ. പിന്നെ ചിലർ മുട്ടച്ചീര കറി വെക്കുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് മുട്ടയൊക്കെ പൊട്ടിച്ചിടാറുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് അറപ്പാണ് കേട്ടോ. കാരണം അതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും ആ മുട്ടയുടെ ഒരു ഉളുമ്പ് മണം ഉണ്ടായിരിക്കും. അപ്പോൾ കഴിക്കുമ്പോഴത്തേക്കിനും എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കാറില്ല. ചിലർക്കത് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചീരക്കറിയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ കുക്കറിലിരുന്ന് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്. സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിൽ മുരിങ്ങയ്ക്ക ഇല്ലായിരുന്നു കേട്ടോ. ഞാനെല്ലാം എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുരിങ്ങയ്ക്ക എന്തുകൊണ്ട് സാമ്പാർ കിറ്റിൽ ഇട്ടില്ല ചേട്ടന്മാരെന്ന് ഞാനിങ്ങനെ കുറച്ച് നേരം ആലോചിച്ചു കേട്ടോ. മറന്നുപോയതായിരിക്കും. അങ്ങനെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഉടച്ച് വെച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ നമ്മുടെ സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി ഇത്രയും ഇട്ട് പൊടിയൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ പൊടി മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഉപ്പൊക്കെ ഒന്ന് നോക്കി. പിന്നെ ചിലർ സാമ്പാറിനകത്തേക്ക് പുളി പിഴിഞ്ഞൊഴിക്കും. ഞാൻ പിഴിഞ്ഞൊഴിക്കാറില്ല. കാരണം ഏട്ടായിക്ക് ഇഷ്ടമല്ല കേട്ടോ പുളി പിഴിഞ്ഞ് ഒഴിച്ച് സാമ്പാർ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. പിന്നെ രണ്ടൊന്ന് പപ്പടമോടെ വറുത്തെടുത്ത് കേട്ടോ. രണ്ടൊന്നല്ല, ഒരു പാക്കറ്റ് പപ്പടം വറുത്ത്. കാരണം ഇവിടെ എല്ലാവരും പപ്പടത്തോട് അതീവമായ താല്പര്യമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പാക്കറ്റ് പപ്പടവും കൂടെ വറുത്ത് അങ്ങനെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞ് പാത്രവും കഴുകി വെച്ച് ഇനി ഫുഡ് കഴിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ വിളക്കോടൊന്ന് കെടുത്തിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വിഷുവിൻ്റെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് എന്താ തിരിയും അണിഞ്ഞു കേട്ടോ. മൂപ്പിളി വണ്ടിൻ്റെ ശല്യം കാരണം വിളക്കിനകത്തൊക്കെ മൂപ്പിളിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ പിള്ളേരൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടേ കുളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെയും കളിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കുളിക്കുന്നവരെ കണ്ടാൽ കുളിക്കണം എന്നാണ്. പക്ഷേ സാരമില്ല, ഇനി കണ്ടാലും കുളിച്ചാലും കുഴപ്പമില്ല കേട്ടോ. കാരണം ആവി കാരണം ഉണ്ടിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിള്ളേർക്കും ചോറും എടുത്ത് ഞാനും ചോറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചോറൂണ് കഴിഞ്ഞ് ബിഗ് ബോസൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടതിന് ശേഷം അബീനെ പിടിച്ച് കിടത്തി ഉറക്കി. ഇനി അടുത്ത ആളെ ഉറക്കണം, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ചെരിയണം കേട്ടോ. അങ്ങനെ ചോറൂണും കഴിഞ്ഞ് പാത്രവും കഴുകി വെച്ച് ഓടിപ്പോയിന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. മേക്കപ്പൊന്നും ചെയ്യുന്നില്ല, കിടന്നുറങ്ങാൻ പോവല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.